സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹസ്വാഗതം. സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു നിർണായക ഘട്ടത്തിലാണ്. നീതിയുടെയും സത്യത്തിൽ നാശത്തിന്റെയും ഒരു വഴിത്തിരിവിൽ. ശരിയാണ്. ലോകം ചുറ്റും പ്രലോഭനങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. അതെ, ആ കൊടുങ്കാറ്റിൽ, ആ അന്ധകാരത്തിൽ ഒരു വെളിച്ചമാകാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും. ഇന്നും നമ്മൾ സംസാരിക്കുന്നത് പ്രധാനമായും ഒരു യൂട്യൂബർ നിക് യാഡി എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അദ്ദേഹത്തിന്റെ സാഹചര്യം, അത് പാപത്തിന്റെ കെണികളെക്കുറിച്ചും പിന്നെ ദൈവകൃപയുടെ ആഴത്തെക്കുറിച്ചും നമ്മെ ചിലത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് വെറുമൊരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പല്ല, അല്ലേ? ഒരു പരിധിവരെ വഴിതെറ്റിയ ഈ ലോകത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. അതെ, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഹൃദയത്തെയും പാപത്തിന്റെ അപകടത്തെക്കുറിച്ചും അതേസമയം കർത്താവിന്റെ വലിയ കൃപയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുക എന്നതാണ്. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ നിക് യാഡിയുടെ സാഹചര്യം, ഒരു സ്ത്രീയുമായും അതേസമയം അവരുടെ അമ്മയുമായും ഒരേ സമയം ബന്ധം പുലർത്തുന്നു എന്നത്, അത് ദൈവഹിതത്തിനെതിരായുള്ള ഒരു മത്സരമായിട്ടാണ് നാം കാണേണ്ടത്. ദൈവം രൂപകൽപ്പന ചെയ്ത സ്നേഹം, വിവാഹം, കുടുംബം, ഇതിനെയെല്ലാം ധിക്കരിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. ശരിയാണ്. എബ്രായർ 13 അധ്യായം 4 വാക്യം ഓർമ്മ വരുന്നു. വിവാഹം എല്ലാവരാലും ബഹുമാനിക്കപ്പെടണം. വിവാഹശയ്യ നിർമ്മലമായിരിക്കണം. അതെ, വ്യഭിചാരികളെയും ലൈംഗിക അധാർമികരെയും ദൈവം വിധിക്കും. വളരെ വ്യക്തമാണത്. ഈ പാപം അത് പരസ്യമാക്കുന്നതിലും വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ? തീർച്ചയായും. അത് വെറുമൊരു വ്യക്തിപരമായ വീഴ്ചയല്ല. അത് പരസ്യമാക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ദൈവമാണ്, എൻ്റെ നിയമങ്ങളാണ് ശരി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് തുല്യമാണത്. ദൈവത്തിന്റെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. അതെ, മാത്രമല്ല മറ്റുള്ളവരെ, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ബലഹീനരായവരെ വഴിതെറ്റിക്കാനിത് കാരണമാകും. മത്തായി 18 അധ്യായം 6 വാക്യത്തിൽ യേശു മുന്നറിയിപ്പ് നൽകുന്നില്ലേ മറ്റുള്ളവരെ ഇടറിക്കുന്നതിനെക്കുറിച്ച്? ഉവ്വ്, വളരെ ഗൗരവമുള്ള കാര്യമാണത്. എന്തുകൊണ്ടാണ് ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് ഇത്ര ആകർഷണീയത? എന്തുകൊണ്ടാണ് പാപം നമ്മെ വശീകരിക്കുന്നത്? കാരണം അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ പിന്തുടരാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറയുന്നു. പക്ഷേ ഹൃദയം? അവിടെയാണ് പ്രശ്നം. യിരെമ്യാവ് 17 അധ്യായം 9 വാക്യം എന്താണ് പറയുന്നത്? ഹൃദയം എല്ലാറ്റിനേക്കാളും വഞ്ചനാത്മകവും ചികിത്സയില്ലാത്ത വിധം ദുഷിച്ചതുമാണ്. അപ്പോ ഹൃദയത്തെ വിശ്വസിച്ചിറങ്ങിയാൽ അപകടമാണ്. ദൈവത്തിന്റെ സത്യത്തെ ഒരു നുണയ്ക്കു വേണ്ടി നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് പോലെയാണത്. റോമർ 1 അധ്യായം 25 വാക്യത്തിൽ പറയുന്നത് പോലെ. ഈ പാതയുടെ അവസാനം എന്താണ്? പാപം വാഗ്ദാനം ചെയ്യുന്നതെന്താണ്? സ്വാതന്ത്ര്യമല്ല, ചങ്ങലകളാണ്, അടിമത്തമാണ്. സുഖമല്ല, വേദനയാണ്. താൽക്കാലികമായൊരു സുഖം തോന്നിയേക്കാം, പക്ഷേ അതിന്റെ യഥാർത്ഥ വില അത് ഭയാനകമാണ്, ശാശ്വതമാണ്. ഗലാത്യർ 6 അധ്യായം 7-8 വാക്യങ്ങൾ. അതെ, വഞ്ചിക്കപ്പെടരുത്. ദൈവത്തെ പരിഹസിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഭൗതിക ശരീരം കൊണ്ട് വിതച്ചാൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ കൊയ്യും. പാപത്തിന്റെ ശമ്പളം മരണമാണ്. റോമർ 6:23. ഈ ലോകത്തിലെ പ്രശസ്തിക്കോ പണത്തിനോ ഒന്നും ആ കടം വീട്ടാൻ കഴിയില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ഭയം തോന്നാം. എന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? തീർച്ചയായും. അതാണ് സുവിശേഷത്തിന്റെ സൗന്ദര്യം. പാപം എത്ര ആഴമുള്ളതാണെങ്കിലും ദൈവത്തിന്റെ കൃപ അതിനേക്കാൾ എത്രയോ ആഴമുള്ളതാണ്. ആരും, നിക് യാഡി ഉൾപ്പെടെ, ആരും വീണ്ടെടുപ്പിന് അതീതരല്ല, ഒരു നാളുമല്ല. യേശു തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞതെന്താണ്? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 4:17. അതെ, ആ വിളി എല്ലാവർക്കുമായിട്ടുള്ളതാണ്. എന്താണ് ഈ മാനസാന്തരം? വെറുതെ ദുഃഖം തോന്നുന്നതാണോ? അല്ല, അതിനപ്പുറമാണ്. അതൊരു ഹൃദയത്തിന്റെ പൂർണ്ണമായ തിരിയലാണ്. പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് അതിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരു അനുഭവമാണത്. ദൈവം വാഗ്ദാനം ചെയ്യുന്നതോ? ഉറപ്പാണ്. 1 യോഹന്നാൻ 1 അധ്യായം 9 വാക്യം നോക്കൂ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എത്ര വലിയ ഉറപ്പ്! അതെ. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ലോകത്തിന്റെ നുണകളിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. പാപത്തിൽ നിന്ന് ഓടിയകലുക. കാരണം അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. നിക് യാഡിയുടെ ഈ കഥ നമുക്കൊരു ഉണർത്തുവിളിയാകട്ടെ, ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ക്രിസ്തുമതി, അവന്റെ കൃപ ധാരാളമാണ്. നമുക്ക് നീതിക്കു വേണ്ടി പോരാടുന്നവരാകാം.
ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ഈ ലോകത്തിൽ പ്രകാശിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തീർച്ചയായും. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധിയുടെ മുമ്പിൽ ഞങ്ങൾ താഴ്മയോടെ വരുന്നു. കർത്താവെ, നിക്, യാർഡി, ജേഡ്, ഡാനി, അങ്ങനെ പാപത്തിന്റെ കെണികളിൽ അകപ്പെട്ടുപോയ എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സത്യത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. മാനസാന്തരത്തിനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. അങ്ങയുടെ സത്യം തിരിച്ചറിയാൻ ജ്ഞാനം നൽകണമേ. അങ്ങയുടെ നീതിയിൽ ഉറച്ചു നിൽക്കാൻ ധൈര്യം നൽകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയുടെ ജീവിക്കുന്ന സാക്ഷ്യമായി തീരട്ടെ. ഈ ലോകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഹൃദയങ്ങളെ ഉണർത്തണമേ. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ ചിന്തകളിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കോരോരുത്തർക്കും നന്ദി. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കാവുന്നതാണ്. അതെ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ഒരു പ്രചോദനമായേക്കാം. അത് പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.